അഭിലാഷിന്റെ ഗെയിമിനെ കുറിച്ച് അക്ബറും ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാം കൂടി പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. അഭിലാഷ് ഇതുവരെ നോമിനേഷൻസ് വന്നിട്ടില്ല. അഭിലാഷ് വരാത്തടത്തോളം കാലം അഭിലാഷിന് എന്താ പറയാ, ഒരു വോട്ട് പൂൾ ഉണ്ടാവും. അത് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, ആദ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാഴാണ്. അനീഷ് വന്നിട്ടില്ല, പക്ഷെ അനീഷിന് ഓൾറെഡി ഒരു ഗെയിം കളിച്ചൊരു വലിയൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അനീഷ് വന്നു കഴിഞ്ഞാൽ അനീഷിന് ആൾക്കാർ വോട്ട് ചെയ്യും. കാരണം പീപ്പിൾ അങ്ങോട്ട് എല്ലാവർക്കും അറിയാം അനീഷിന്റെ കേപ്പബിലിറ്റി അല്ലെ. അഭിലാഷ് അത് ഇതുവരെ ഓപ്പൺ അപ്പ് ആയിട്ടില്ല. ഇന്നലെ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് പോയിന്റിലേക്ക് ആൾക്കാരിലേക്ക് എത്തിയോന്ന് വെച്ചാൽ ഇല്ല. അപ്പൊ അഭിലാഷ് എന്തായാലും ഈ ആഴ്ച ഈ ലാലേട്ടൻ പേരെടുത്തല്ലോ, ഒനീല്, അഭിലാഷ് ഇവരൊക്കെ വരും കേട്ടോ നോമിനേഷനിൽ. ഷാനവാസ് ഒക്കെ നോമിനേഷനിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയാണെങ്കിൽ അനീഷും വരണം എന്നാണ് എന്റെ ആഗ്രഹം. അനീഷ് വരാതിരുന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച ഇനി ഗെയിമർ ഇത് കിട്ടിയോണ്ട് അനീഷ് വന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അനീഷ് നോമിനേഷന് വരണം, എല്ലാവരും നോമിനേഷൻ വരട്ടെ. വന്നാലേ നിങ്ങൾക്ക് ആ വോട്ടിംഗ് പൂള് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വളരെയധികം പിന്നിലേക്ക് പോകും പിന്നെ വരുമ്പോൾ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അഭിലാഷിന് ഈ തവണ ഡേഞ്ചറിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തവണ പെർഫോം ചെയ്തില്ല, വോട്ടിംഗ് പൂളിൽ വന്നില്ല, ഈ പ്രശ്നം രക്ഷപ്പെടാന്ന് വിചാരിക്കും, രക്ഷപ്പെടില്ല. എനിക്ക് തോന്നുന്നില്ല രക്ഷപ്പെടുന്നു. കാരണം വെച്ചാൽ എന്തായാലും വരും. ബാഡ് വേർഡ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തായാലും നോമിനേറ്റ് ചെയ്യും. മുന്നിൽ ഇവരൊക്കെ വരും, എന്തായാലും ഉറപ്പാണ്. അപ്പം നമുക്ക് നോക്കാം എന്താന്ന്. പിന്നെ എനിക്ക് രേണുവിനെ കുറിച്ച് പറയാം. രേണു ഒന്നും ചെയ്യുന്നില്ല, രേണു സുധി. അപ്പൊ രേണു സുധിയെ പോലത്തെ ആളെയൊക്കെ നോമിനേറ്റ് ചെയ്യാത്ത എന്താ ഇവർ ശരിക്കും അവരെ നോമിനേഷനിൽ വരുത്താതെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ തവണ വരുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഷീ ഈസ് നോട്ട് പ്ലേയിങ്. ഒരു കോൺവെർസേഷനും കൂടി ആ കുട്ടിയുടെ ഈ ലാലേട്ടന് അവരെ കുറിച്ച് ഒന്നും പറയാനും കൂടി ഇല്ല. ജസ്റ്റ് എന്തോ പേര് വിളിച്ച് പോകുന്നു, അത് ജസ്റ്റ് ഒരു പേരിന് മാത്രം. അപ്പം അതും എനിക്ക് തോന്നുന്നുണ്ട് നോമിനേഷൻസ് ഈ തവണ വരട്ടെ പുള്ളിക്കാരി എന്നാണ്. എന്നിട്ട് പുള്ളിക്കാരി കളിക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ പോണം. അതാണ് സത്യാവസ്ഥ. നല്ല ആൾക്കാർ നിൽക്കണം. ഫോർ എക്സാമ്പിൾ ഈ തവണ ആര്യൻ എന്തായാലും വരും. ആര്യന് വോട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ ഹീസ് എ ഗുഡ് പ്ലെയർ. നമുക്ക് നെഗറ്റീവ് ഗെയിം ഉണ്ടാവും, പോസിറ്റീവ് ഗെയിം ഉണ്ടാവും. ആര്യന്റെ ഗെയിം ഇപ്പൊ നെഗറ്റീവിലാണ് പോകുന്നത്, പക്ഷെ അവർ ഗെയിമർ തന്നെയാണ്. അത് ആ കുട്ടി കളിക്കട്ടെ, അങ്ങനെ ഞാൻ പറയൂ. ഇനി പോസിറ്റീവ് ഗെയിമേഴ്സ് ഉണ്ട്. ഇത്ര പോസിറ്റീവായിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. എല്ലാവർക്കും നെഗറ്റീവും പോസിറ്റീവ് ആക്കാൻ കൊണ്ടാണ് മാറി വരുന്നുണ്ട്. ചില സമയത്ത് ആരും പോസിറ്റീവ് ആയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് വീക്കിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ട് ആരും നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗെയിം ഫ്ലോയിലാണ് ആരും ഡൗൺ ആയത്. ഇനി അടുത്ത ആഴ്ച ആരും ചിലപ്പോൾ പോസിറ്റീവ് ആവാട്ടോ. നല്ല രീതിയിൽ കളിച്ചാൽ ആരും അഗെയിൻസ്റ്റ് എന്തെങ്കിലും വേറെ ആരെയും ഗെയിം കളിച്ച് ആരും പോസിറ്റീവ് ആവാം. അതാണ് ബിഗ് ബോസിന്റെ ഷോ. അപ്പം എന്തായാലും ഇവരൊക്കെ വരും. അപ്പം കറക്റ്റ് ആളെ നോക്കി വോട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. കളിക്കുന്നവർ നിൽക്കട്ടെ, കളിക്കാത്തവർ പുറത്തു പോകട്ടെ.